ഏറ്റവും മനോഹരമായ ഒരു നോമിനേഷൻ പ്രക്രിയ അവിടെ പോയത് അർജുനും ജിൻഡോയുമാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന തിരക്കിലായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ജിൻഡോയും അർജുനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള ചെളിവാരി എറിയലുകളും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ആണെന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. നിങ്ങളും ഞാനും ഇവിടെ പിടിച്ചു നിൽക്കുന്നത് നന്നായി ഗെയിം കളിച്ചിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുൻ അവിടെ തുടങ്ങിയത്. ഒരു തരത്തിൽ പോലും ജിൻഡോയെ താഴ്ത്തി കിട്ടുന്ന ഒരു വാചകം അവിടെ അർജുൻ പറഞ്ഞില്ല. അർജുന് താഴ്ത്തി കിട്ടുന്ന ഒരു വാചകം പോലും ജിൻഡോയും പറഞ്ഞില്ല. നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ്, അപ്പോൾ ജനവിധി തേടിയിട്ട് ഇവിടെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് അവിടെ ജിൻഡോ പറഞ്ഞത്. നീ കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടില്ല, അടുത്ത 2 ആഴ്ച ഇതുപോലെ നോമിനേഷനിൽ വരാതിരുന്നു കഴിഞ്ഞാൽ ജനങ്ങൾ മറന്നുപോകും വോട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നീ അവസാനം വരെ എന്റെ കൂടെ ഗെയിമിൽ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തുടക്കം മുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥിയാണ് നീ. അതുകൊണ്ട് ഈ പ്രാവശ്യം നോമിനേഷനിൽ പോയി ജനവിധി തേടി തിരിച്ചു വന്ന് നന്നായി ഗെയിം കളിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അവിടെ ജിൻഡോ അർജുന്റെ അടുത്ത് പറഞ്ഞത്. അർജുനും അതുപോലെ തന്നെയാണ് ജിൻഡോയുടെ അടുത്ത് തിരിച്ചു പറഞ്ഞത്. എന്തായാലും ഇത്രയും കാലം നോമിനേഷനിൽ വന്നപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ട് തിരിച്ചു വന്ന ആളാണ്. അപ്പോൾ നോമിനേഷൻ എന്ന് പറയുന്ന നോമിനേഷൻ പ്രക്രിയ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? പേടിക്കാതെ അതിനെ ഫേസ് ചെയ്തുകൂടെ എന്നുള്ളതായിരുന്നു അർജുന്റെ ചോദ്യം. രണ്ടുപേരെടുത്തും ബിഗ് ബോസ് പറഞ്ഞിരുന്നു, ഇത് വിട്ടുകൊടുക്കുന്നതല്ല, നേടിയെടുക്കുന്നതാണ് ഈ ഒരു ഇവിടെ കാണേണ്ടത്. പ്രേക്ഷകർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്പരം അവർ വിട്ടുകൊടുത്തില്ല. രണ്ടുപേരും പറഞ്ഞു നമുക്ക് ഒരുമിച്ച് നോമിനേഷനിൽ പോവാന്ന്. ആ നോമിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അർജുനും ജിൻഡോയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ പാട്ടൊക്കെ പാടിയിട്ടാണ് അവിടെ പോയത്. അർജുൻ പറയുന്നുണ്ടായിരുന്നു, പെങ്ങളെ കിട്ടിയ സ്ത്രീധന തുക തരുമോ അളിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ രണ്ടുപേരും തോളത്ത് കൈയൊക്കെ ഇട്ടുകൊണ്ട് അവിടെ നിന്ന് പോയത്. കൺഫ്യൂഷൻ റൂമിൽ ചെന്നിട്ടാണെങ്കിലും അവർ ഗെയിമിനെ കുറിച്ചാണ് സംസാരിച്ചത്. നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പോസിറ്റീവ്, നോമിനേഷനിൽ വരാതിരിക്കുന്നത് എന്താണ് നെഗറ്റീവ്, ഇവിടെ ഗെയിം കളിക്കാനായിട്ട് നോമിനേഷനിൽ പോയേ തീരൂ, അതുകൊണ്ട് നമുക്ക് പോവാം എന്നൊക്കെ പരസ്പരം. നോമിനേഷൻ ഭയപ്പെടരുത്, ഭയപ്പാടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയില്ല. വളരെ അതിമനോഹരമായിട്ട് നോമിനേഷൻ പ്രക്രിയ ചെയ്തു. അതിനുശേഷം ഒന്ന് കെട്ടിപ്പിടിക്കണോ മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഹഗ് ചെയ്ത് ഭയങ്കര സ്നേഹത്തോടെയാണ് അവർ അവിടേക്ക് വന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും കൺഫ്യൂഷൻ റൂമിലേക്ക് പോകുന്ന സമയത്ത് പുറത്തിരുന്ന മത്സരാർത്ഥികൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ഇന്ന് മയക്കൊക്കെ തല്ലി പൊട്ടിച്ച് ഭയങ്കര സീനായവും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന്. പക്ഷേ ഇവർ അവിടെ അത്രയും സ്നേഹത്തോടു കൂടി തിരിച്ചു വന്നപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, രണ്ടുപേരും അഭിനയിച്ച് തകർക്കാണല്ലേ എന്ന്. സത്യത്തിൽ അവർ അഭിനയിച്ച് തകർക്കുന്നതൊന്നും ആയിരുന്നില്ല. അവർ അത്രയും സ്നേഹത്തോടു കൂടി തന്നെയാണ് ആ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത്. രണ്ടുപേരും ഒരുമിച്ച് ഞങ്ങൾ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല, ഒരുമിച്ച് ഞങ്ങൾ ഫേസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഗെയിം സ്പിരിറ്റോട് കൂടി രണ്ടുപേരും ഒരുമിച്ച് നോമിനേഷനിൽ പോകുമായിരുന്നു. ഒരു അതിമനോഹരമായ നോമിനേഷൻ പ്രക്രിയയാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത്.